ജനാർദ്ദന കുർബാൻ വാശിയോഗവും പഞ്ചതത്വവും എന്നുള്ള ഗ്രന്ഥത്തിലെ സ്വാമി സുന്ദരാനന്ദ സ്വാമിയുടെ ജ്ഞാനസൂത്രം 14 എന്നുള്ള തമിഴ് ഗ്രന്ഥത്തിന് 14-ാമത്തെ ശ്ലോകമാണ് പേർപ്പുകൾ. നാദാന്തത്തെ പറ്റിയുള്ള പാരമ്പര്യം പറഞ്ഞു കഴിഞ്ഞു. ഇതാണ് ഏറ്റവും ബുദ്ധിപരമായ മാർഗമെന്ന് ഞാൻ അറിഞ്ഞു. വേദാന്ത ശാസ്ത്രത്തെയും കാണിച്ചു. മെയ്പ്പൊരുൾ വന്നു നിറയുന്ന വെളിയെയും പറഞ്ഞു. വെട്ടവെളി എന്ന് പറഞ്ഞ തന്നെയാണ് ആ പറയുന്നത്. പരാനന്ദം നൽകുന്ന ദേവകളുടെ അപര ദേവകളുടെ പാതാരവിന്ദങ്ങളെയും പറഞ്ഞു. പരാപരത്തിൻ്റെ അന്തമില്ലാത്തതിനെയും പറഞ്ഞു. വേദാന്തത്തിൽ പാരമ്പര്യമായി കിട്ടിയതനുസരിച്ച് എനിക്ക് കിട്ടിയ സ്ഥിതികളും ജ്ഞാനങ്ങളും ഞാനിവിടെ പറഞ്ഞു കഴിഞ്ഞു. ഇങ്ങനെയാണ് സ്വാമി ഇതിനെ പറയുന്നത്. നാദാന്ത സമയമെല്ലാം ചൊല്ലിവിട്ടേൻ, ഞാൻ എനറിത്തൻ മയ്യെല്ലാം നാട്ടിവിട്ടേൻ, വേദാന്ത ചാസ്തിരം പോലാടിവിട്ടേൻ, മെയ്പ്പൊരുൾ വന്നു തവകിன்ற വെളിയുഞ്ചൊന്നേൻ, പാതാരവിന്ദമെല്ലാം മോദിവിട്ടേൻ, പരാപരത്തിനന്തമെല്ലാം ചൊല്ലിവിട്ടേൻ, നാദാന്ത ചമയ്യത്തിൽ നിன்றോൻ ജ്ഞാനി, ഞാൻ പെറ്റ പേരെല്ലാം നാട്ടിനേനെ. ഇങ്ങനെ സിദ്ധർ സുന്ദരാനന്ദ സ്വാമികളുടെ ജ്ഞാനസൂത്രം 14 എന്ന തമിഴ് ഗ്രന്ഥം യോഗി ജനാർദ്ദനക്കുറുപ്പ് തയ്യാറാക്കിയ പരിഭാഷ ഇവിടെ പൂർണ്ണമായി. സ്വാമി എല്ലാം എനിക്ക് വെളിവാക്കി തന്നതിന് സാഷ്ടാംഗ നമസ്കാരം ചെയ്യും. ഈ രഹസ്യങ്ങൾ ഇവിടെ വെളിവാക്കി കിട്ടാൻ മലയാളിക്ക് സമയമായി എന്നറിയും. സിദ്ധർ ഭോഗനാഥയുടെ ജ്ഞാനസൂത്രം എന്ന ഗ്രന്ഥം ഈയുള്ളവൻ തന്നെ വ്യാഖ്യാനിച്ചിട്ടുള്ള ഇതോടൊപ്പം ചേർത്ത് വായിക്കുന്നത് നന്നായിരിക്കും. അങ്ങനെ വാശി പ്രാണായാമം ജ്ഞാനസൂത്രം 14 എന്നുള്ള ശ്ലോകത്തിൽ സ്വാമി സുന്ദരാനന്ദ സ്വാമി സിദ്ധരുടെ ജ്ഞാനസൂത്രം 14 എന്നുള്ള ഗ്രന്ഥം സമാപിച്ചു. ജനാർദ്ദനക്കുറുപ്പ് ആയിട്ടുള്ള ഈയുള്ളവൻ തന്നെ എഴുതിയിട്ടുള്ള ഈ വ്യാഖ്യാനം എനിക്കറിയുന്ന വിധത്തിലൊക്കെ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാനും ഈ ശബ്ദം കൊണ്ട് നിങ്ങളെ അതിനൊക്കെ അല്പം കൂടി വിശദീകരണം കൊടുക്കാനും ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം കേട്ട് സിദ്ധന്മാരുടെ വഴിയിലുള്ള പ്രാണായാമങ്ങൾ ചെയ്ത് ഒരു ജ്ഞാനനില എത്തട്ടെ എന്ന് എൻ്റെ ശിഷ്യന്മാരോട് ഞാൻ അനുഗ്രഹിക്കുകയാണ്. നമഃ ശിവായ.